നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. കർക്കിടകത്തിൽ ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തെ ആയുർവേദ ചികിത്സയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത്? ഏതൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ ലഭിക്കുന്നത്? ആർക്കൊക്കെയാണ് കൂടുതൽ ഗുണം കിട്ടുന്നത്? അതായത് ആരൊക്കെയാണ് നിർബന്ധമായിട്ടും ആയുർവേദ ചികിത്സ എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ആയുർവേദ ചികിത്സകളുടെ ഒപ്പം തന്നെ നമ്മൾ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്തു വെക്കുക. കേരളത്തിൽ കർക്കിടകത്തെ ആയുർവേദത്തിന്റെ മാസം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മഴ ശക്തിയായി ലഭിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈർപ്പം കൂടുന്നു, സൂര്യപ്രകാശം കുറയുന്നു. അതുപോലെ തന്നെ വലിയ ചൂടിൽ നിന്ന്, അതായത് ഗ്രീഷ്മ ഋതുവിൽ നിന്ന് വർഷ ഋതുവിലേക്ക് മാറുന്ന ഈ ടൈമിൽ ഒരുപാട് മാറ്റങ്ങൾ ഭൂമിയിലും അതുപോലെ തന്നെ ജീവജാലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. മനുഷ്യരിലും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദഹനശേഷി കുറയുക, അല്ലെങ്കിൽ ശരീരത്തിന്റെ ബലം കുറയുക, രോഗപ്രതിരോധ ശേഷി കുറയുക, അതുപോലെ വാതരോഗമുള്ളവർക്ക്, അതായത് സന്ധിഗതവാദം, ശരീരത്തിലൊക്കെ വേദന അനുഭവപ്പെടുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ്, കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന കാലമാണ് കർക്കിടകം. ആയുർവേദത്തിൽ ഈ കാലഘട്ടം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ പരിപാലിക്കുന്നതിനും അതുപോലെ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഒരു സമയമായിട്ടാണ് കണക്കാക്കുന്നത്. ആയുർവേദ ചികിത്സയുടെ പ്രധാന ലക്ഷ്യം തന്നെ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നത് മാത്രമല്ല, രോഗം വരാതിരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ആയുർവേദത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇന്ന് കർക്കിടകത്തിൽ അഭ്യംഗം, അതായത് എണ്ണ തേച്ചുകുളി, സ്റ്റീം ബാത്ത്, ആവിക്കുളി, ഔഷധക്കഞ്ഞികള്, അതുപോലെ വിശ്രമം, യോഗ, പ്രാണായാമ തുടങ്ങിയ ശീലങ്ങളൊക്കെ പിന്തുടരുന്നത്. ആയുർവേദ ചികിത്സയുടെ പ്രധാന ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ശരീര ശുദ്ധീകരണമാണ്. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒന്നാണ് ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സകൾ. രണ്ടാമതായിട്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളുടെ കാലമായ കർക്കിടകത്തിൽ, അതായത് മഴ ശക്തിയായി പെയ്യുന്ന ഈ സമയത്ത് പകർച്ചവ്യാധികളും അതുപോലെ തന്നെ പടരാൻ സാധ്യതയുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ആയുർവേദ ചികിത്സ. മൂന്നാമതായിട്ട് വാദം കൂടി വരുന്ന ഒരു സമയമാണ് കർക്കിടകം എന്നുള്ളത് കൊണ്ട് തന്നെ വേദനകളും കൂടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ശരീരവേദനകൾ കുറയ്ക്കാനും നല്ല ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും നിൽക്കാനും സഹായിക്കുന്ന ഒന്നാണ് ആയുർവേദ ചികിത്സ. ഈ ആയുർവേദ ചികിത്സ കൊണ്ട് മനസ്സിന്റെ ആരോഗ്യത്തിനും യോഗ, പ്രാണായാമ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി തന്നെ മനസ്സിന്റെ ആരോഗ്യവും വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ്. ഇനി ആർക്കൊക്കെയാണ് കർക്കിടക ചികിത്സ കൂടുതൽ പ്രയോജനകരം ആകുന്നത് എന്ന് വെച്ചാൽ, ശരീര സംരക്ഷണം അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം മുൻകൂട്ടി ആഗ്രഹിക്കുന്നവർക്ക്, ജോലിഭാരം കൂടുതലായിട്ടുള്ളവർക്ക്, മുതിർന്നവർക്ക്, ശരീരവേദന അനുഭവിക്കുന്നവർക്ക്, അതുപോലെ തന്നെ രോഗശേഷം ആരോഗ്യം വീണ്ടെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കർക്കിടക ചികിത്സ ചെയ്യാവുന്നതാണ്. കർക്കിടകത്തിലെ പ്രത്യേക ആരോഗ്യശീലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരവിഹാരങ്ങളിലാണ്. ആഹാരം ചെറു ചൂടോടുകൂടി മാത്രമേ കഴിക്കാവൂ. അതുപോലെ കഞ്ഞി എളുപ്പത്തിൽ ദഹിക്കുന്നതും ദഹനശേഷി കുറവായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ദഹിക്കുന്നതുമായിട്ടുള്ള കർക്കിടക കഞ്ഞി, ഔഷധ പാനീയങ്ങൾ, ഇതൊക്കെയാണ് കർക്കിടകത്തിൽ ശീലിക്കേണ്ടത്. അതുപോലെ ചിട്ടയായ ആഹാരക്രമം, ശരിയായ വിശ്രമം, അതായത് 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം, ഇതൊക്കെ ആരോഗ്യശീലങ്ങളാണ്. ഇവയൊക്കെ കർക്കിടകത്തിൽ ശീലിക്കേണ്ടതാണ്. കർക്കിടകത്തിൽ ആരോഗ്യം പരിപാലിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്തു വെക്കുക. നന്ദി, നമസ്കാരം.